ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 10ാം ദശകത്തിൽ സൃഷ്ടിഭേദങ്ങൾ, ശ്ലോകങ്ങൾ 4, 5, 6. താവത് പ്രകോപം മുദിതം പ്രതിരുന്ദദോസ്യ ഭ്രൂമദ്യദൂജനി മൃഡോഭവത് ഏകദേശഃ നാമാനി മേ കുരു പദാനി ജഹാവിരിഞ്ചേതി ആദോരുരോധകില തേന സരുദ്രനാമാം. താവത് പ്രകോപം മുദിതം പ്രതിരുന്ദദോസ്യ ഭ്രൂമദ്യദൂജനി മൃഡോഭവത് ഏകദേശഃ നാമാനി മേ കുരു പദാനി ജഹാവിരിഞ്ചേതി ആദോരുരോധകില തേന സരുദ്രനാമാം. സനകാദിപുത്രന്മാർ തൻ്റെ ആജ്ഞ നിഷേധിച്ചതിലുള്ള കോപമടക്കാനാവാതെ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ഗുരുവായൂരപ്പ അങ്ങയുടെ അംശാവതാരമായ മൃഡൻ ജാതനായി. ആ മൃഡൻ ഉടനെ തന്നെ ബ്രഹ്മാവിൻ്റെ അങ്കത്തട്ടിലിരുന്ന് നിലവിളിക്കുന്നത് പോലെ രോദനം ചെയ്തുകൊണ്ട് ചോദിച്ചു, എനിക്ക് നാമമെന്താണ്? എനിക്കുള്ള വാസസ്ഥാനമേത്? ഉടനെ തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, നീ ആദ്യമേ തന്നെ രോദനം ചെയ്തതുകൊണ്ട് നിനക്ക് രുദ്രൻ എന്ന നാമം അരുളുന്നു. അങ്ങനെ രുദ്രോത്പത്തി ഉണ്ടായി. ശ്ലോകം 5. ഏകാദശാഹ്യതയാജ വിഭിന്ന രൂപം രുദ്രം വികായ ദയിതാ വനിതാച്ച ദത്വാ താവന്ത്യദത്ത ജപദാനി ഭവൽ പ്രണൂനഃ പ്രാഗപ്രജാവിരചനായ ച സാദരം തം. ഏകാദശാഹ്വതയാജ വിഭിന്ന രൂപം രുദ്രം വിഹായ ദയിതാ വനിതാച്ഛ ദത്വാ താവന്ത്യദത്ത ജപദാനി ഭവൽ പ്രണൂനഃ പ്രാഗപ്രജാവിരചനായ ച സാദരം തം. ഗുരുവായൂരപ്പ, അങ്ങയുടെ പ്രേരണയാൽ ബ്രഹ്മാവ് ആ രുദ്രനെ 11 രൂപത്തിൽ വേർതിരിച്ച് അതിനനുസരിച്ചുള്ള 11 പേരുകളും സ്വരൂപങ്ങളും നൽകി. പ്രിയതമതകളായി 11 വനിതകളെയും നൽകി. അവർക്കുള്ള സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു പറഞ്ഞു, നിങ്ങൾ പ്രജാസൃഷ്ടി ചെയ്യണം. ഈ 11 രുദ്രന്മാർ ഏകാദശ രുദ്രന്മാരെന്ന പേരിൽ അറിയപ്പെട്ടു. ആ സ്ത്രീകൾ 11 രുദ്രാണിമാരെന്നും അറിയപ്പെട്ടു. ഏകാദശ രുദ്രഭേദങ്ങൾ: മന്യു, മനു, അഹിനസ്, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ. ഋതവ്രതൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ. രുദ്രാണിമാർ: ധി, വൃത്തി, ഉശന, ഉമ, നിയസ്, സർപ്പി, ഇള, അംബിക, ജരാവതി, സുധ, ദീക്ഷ. സ്ഥാനങ്ങൾ: ഹൃത്, ഇന്ദ്രിയം, നഭസ്, വായു, അഗ്നി, ജലം, മഹി, സൂര്യൻ, ചന്ദ്രൻ, തപം. ശ്ലോകം 6. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗസംഭൂര്യമാണ
ഭുവനത്രയഭേദചേദാഃ മാ പ്രജാ സൃജതപശ്ചരമംഗളായേതി ആചഷ്ടദം കമലഭൂർഭവത് ഈരിതാത്മാ രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഗസംഭൂര്യമാണ ഭുവനത്രയഭേദചേദാഃ മാ പ്രജാ സൃജതപശ്ചരമംഗളായേതി ആചഷ്ടദം കമലഭൂർഭവത് ഈരിതാത്മാ. ബ്രഹ്മാവിൻ്റെ കൽപ്പന അനുസരിച്ച് രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കര രൂപികളായ ജീവന്മാർ 3 ലോകവും നിറയുന്നത് കണ്ട ബ്രഹ്മാവ് ഭയന്നുപോയി. ഈ താമസപ്രായരായവർ ലോകം നിറഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ ഓർത്ത് ബ്രഹ്മാവ് പരിഭ്രാന്തനായി. ഗുരുവായൂരപ്പ, അങ്ങയെ ചിന്തിച്ചു. അപ്പോൾ അന്തര്യാമിയായി ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന അവിടുത്തെ പ്രേരണയാൽ അദ്ദേഹം രുദ്രനോട് പറഞ്ഞു, വേണ്ട, മതി, ഇനിയും ഈ പ്രജാസൃഷ്ടി തുടരേണ്ട. ലോകമംഗളത്തിന് സൃഷ്ടി നിർത്തി തപസ്സാചരിക്കുക. ജീവൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യമായ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ ഈശ്വര ചൈതന്യമാണ് അന്തര്യാമി രൂപത്തിൽ ശരീരത്തിലിരുന്ന് ജീവനെ പ്രേരിപ്പിക്കുന്നതും ചരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും. ആ പ്രേരണയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഓരോ ജീവിയും ചെയ്യുന്നത്. ആ ചൈതന്യമാണ് ശരീരത്തെ ശരീരമാക്കുന്നത്. ഇല്ലെങ്കിൽ ശരീരം ജഡമാണ്. ആ ആത്മാവ് മനസ്സിനെ നിയന്ത്രിക്കുന്നു. അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം നടക്കുക. നമസ്തേ. 10ാം ദശകത്തിൽ ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.